ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കോളിഫ്ലവർ ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫ്ലവർ ചെറുതായി കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ 10 മിനിറ്റ് ഈ കട്ട് ചെയ്ത ഫ്ലവർ ഇട്ട് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ വേറൊരു പാത്രത്തിൽ മൈദ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഇതാ ഇത്തിരി ഗരം മസാല, പിന്നെ കോൺഫ്ലവർ, പിന്നെ ഞാനൊരു ഇത്തിരി അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി അരിപ്പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ഇതിൽ ആഡ് ചെയ്തിരുന്നു കേട്ടോ. അത് പിന്നെ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഇതാ ഇത്തിരി സുർക്കല്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മാവ് സെറ്റായി. അതിൽ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഫ്ലവർ അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ യോജിപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ, ഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും. പിന്നെ അതാ ഇനി നമ്മൾ ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടായ എണ്ണയിൽ ഓരോന്നോരോന്നായിട്ട് നന്നായിട്ട് വറുത്ത് കോരുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തിട്ട് കോരിയെടുക്കുക. അപ്പോൾ ഇതാ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ 4 മണി ചായക്കൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ. 4 മണി ചായക്ക് പിന്നെ ചോറിന് കൂടെ കഴിക്കാം, വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും, എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ.